ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മിറാജ്. സോ നമ്മളങ്ങനെ 6th സ്പോട്ടിലിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ. എബവ് ലിവർപൂൾ, ഓൺ ലെവൽ വിത്ത് സിറ്റി. എല്ലാവരുടെയും പ്രഡിക്ഷൻസൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് റൂബനും പിള്ളേരും 3 കളി അടുപ്പിച്ച് ജയിച്ചിരിക്കുകയാണ്. സോ അതിൽ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് ബ്രൈറ്റൺ ഇറ്റ്സ് ദ ടഫസ്റ്റ് അറ്റ് ഹോം. ലിവർപൂൾ ആസ് യൂഷ്വൽ ആൻഫീൽഡ് പോയിട്ട് 9 വർഷമായിട്ട് ജയിച്ചിട്ടില്ല, നമ്മളവിടെ പോയി ജയിക്കുന്നു. സണ്ടർലാൻഡ് അഗെയിൻ ഇറ്റ്സ് എ ട്രിക്കി കസ്റ്റമർ. സോ 2 കളി അടുപ്പിച്ച് ജയിക്കാൻ പറ്റുന്ന സമയത്താണ് അമോറി 3 കളി അടുപ്പിച്ച് ജയിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രതീക്ഷ വാനോളം ഉയർത്തി ഇനി ഇരിക്കുകയാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നേരെ അടുത്ത ഗെയിമിലോട്ട് പോകുന്നത്, വിച്ച് ഈസ് നൺ അതർ ദാൻ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ആരുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്? എക്സ്ട്രീം ലോ ബ്ലോക്ക് കൊണ്ട് ആൾക്കാരെ വെറുപ്പ് മുട്ടിച്ച് അവരെ കൊണ്ട് ഗോൾ അടിക്കാൻ സമ്മതിക്കാതിരിക്കുന്ന ആ കോച്ച് ഷോൺ ഡൈക്കിൻ്റെ ദ എക്സ്ട്രീം ലോ ബ്ലോക്ക്. നമ്മൾക്ക് എത്ര ഗോൾ അടിക്കാൻ പറ്റും, നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. മാച്ച് പ്രിവ്യൂ ഫോർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ പ്രൊഡിക്റ്റ് ലൈനപ്പിലോട്ട് വരുമ്പോൾ ലാമൻസ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ ഡിലിറ്റ്, യോറോ, ഷോ ആയിരിക്കും നമ്മുടെ 3 സെൻറ്റർ ബാക്ക് ആസ് യൂഷ്വൽ ഫ്രം ദ പ്രീവിയസ് ഗെയിം. സ്വാഭാവികമായിട്ട് ബ്രൂണോ കസ്മറ മിഡിൽ സ്റ്റാർട്ട് ചെയ്യും. ഡാലോ ആൻഡ് അമാദ് വിങ് ബാക്സ് ആയിട്ട് ഉണ്ടാവും. അതിൽ ഡാലോ ലെഫ്റ്റ് വിങ് ബാക്ക്, അമാദ് റൈറ്റ് വിങ് ബാക്ക് ആസ് യൂഷ്വൽ. എംബൂമോ, കുനിയ ആസ് നമ്പർ 10s ആൻഡ് അവർ സ്ട്രൈക്കർ ദ ടാർഗറ്റ് മാൻ വിൽ ബി സെസ്കോ. സോ കഴിഞ്ഞ മാച്ചിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതായിരിക്കും നമ്മൾ ഈ മാച്ചിൽ ഇറങ്ങാൻ പോകുന്നത് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടാക്ടിക്കൽ അനാലിസിസ്. നമ്മുടെ ടാക്ടിക്കൽ അനാലിസിസ് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ യുണൈറ്റഡിൻ്റെ ടാക്ടിക്സ് ഇസ് ദ സെയിം 3-4-2-1 അതാണ് ഫോർമേഷൻ. ഷോൺ ഡൈക്കിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്ടിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ബ്ലോക്ക് സിറ്റ് ചെയ്യുക, എന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക കോമ്പാക്റ്റ് ആയിട്ട്, എന്നിട്ട് കൗണ്ടറിൽ ഗോൾ അടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സെറ്റ് പീസ് കൂടെ ഗോൾ അടിക്കുക എന്നുള്ളതാണ്. 2 ടൈപ്പ് ഉണ്ട്, കൗണ്ടറുണ്ട് സെറ്റ് പീസും ഉണ്ട്. രണ്ടും അവരുടെ സ്ട്രെങ്ത് ആണ് ആ ഒരു ഷോൺ ഡൈക്ക് ഫുട്ബോളിൻ്റെ. ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ സ്റ്റൈൽ ഓഫ് പ്ലേ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്റ്റൈൽ ഓഫ് പ്ലേ ഹൈ പ്രസ്, കൗണ്ടർ പ്രസ്, ബോൾ വിൻ ചെയ്യുക, പെട്ടെന്ന് ബോൾ വിൻ ചെയ്ത് ഗോൾ അടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ കളിയിൽ വരുമ്പോൾ നമുക്ക് പ്രസ്സിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ടാവില്ല. ലൈക്ക് ഹൈ പ്രസ് ആൻഡ് കൗണ്ടർ പ്രസ്സിങ് മേ ബി അറ്റ് സം സ്റ്റേജസ്, പക്ഷേ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഞാൻ കാണുന്നത്. ഉണ്ടാവാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഷോൺ ഡൈക്ക് ഫുട്ബോൾ ആയ കാരണം. നമ്മൾ കളിക്കാൻ പോകുന്ന കളി മിക്കവാറും ഫസ്റ്റ് ബോൾ വിൻ ചെയ്യലോ സെക്കൻഡ് ബോൾ വിൻ ചെയ്യലോ ആയിരിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഈ കളിയിൽ വരാൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും നമ്മൾ ഈ കളി ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ട പോലെ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തായിരിക്കും. മേ ബി ഒരു വിങ്ങിലൂടെയുള്ള പ്ലെയർക്ക് നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. കാരണം ഷോൺ ഡൈക്ക് ഫുട്ബോൾ യൂഷ്വലി മിഡിൽ അവർ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കാറുണ്ട് പതിവ്. എന്നിട്ട് നമ്മളെക്കൊണ്ട് വിങ്ങിലൂടെ കളിപ്പിച്ച് അവിടെ നിന്ന് ക്രോസ് ഇട്ടിട്ട് അവർക്ക് ഗോൾ അടിക്കണമെങ്കിൽ അടിച്ചോട്ടെ പറഞ്ഞതാണ് ഷോൺ ഡൈക്കിൻ്റെ ഒരു ഫിലോസഫി. കാരണം അവർക്ക് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഏരിയയിൽ ഡ്യുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന സെൻറ്റർ ബാക്സ് ഷോൺ ഡൈക്കിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ എല്ലാ ടീംസിലും ഉണ്ട്. സോ അതാണ് അവരുടെ അവർ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരു സൊല്യൂഷൻ, നമ്മൾ മിഡിലൂടെ പ്രോഗ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പന്ത് വിൻ ചെയ്ത് അവർ കൗണ്ടർ അടിക്കും. കാരണം നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് വീക്കാണ്. കസമീറോ ആണെങ്കിലും ബ്രൂണോ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ഗെയിമിലോട്ട് വരുമ്പോൾ വീക്കാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എക്സ് ഫാക്ടേഴ്സായിട്ട് വരാൻ പോകുന്ന 2 പ്ലെയേഴ്സ് ഉണ്ട്. അതിലൊന്ന് ഡാലോ ആണ്, മറ്റേത് ഡിയാലോ ആണ്. അമാദ് ഡിയാലോവും അതേപോലെ തന്നെ ഡിയാഗോ ഡാലോട്ടും ആയിരിക്കും നമ്മുടെ 2 എക്സ് ഫാക്ടേഴ്സ് പ്ലേയേഴ്സ് എനിക്ക് തോന്നുന്നുണ്ട്. അതിനെ കാരണം പറയാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സിനാരിയോ എടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ബോളൊന്നും ചെറുതായിക്കോട്ടെ, 1 മിനിറ്റ്. ഓക്കെ, ഞാനിനി പറയാൻ പോകുന്ന സംഭവം, ഇപ്പോൾ ഡാലോ ആണെങ്കിലും അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അമാദ് ഡിയാലോ ആണെങ്കിലും അവർ വൈഡിൽ സ്ട്രെച്ച് ചെയ്തിട്ടാണ് നിൽക്കുക. അതിൽ എംബൂമോ ഒരു നമ്പർ 10, കുനിയ അടുത്ത നമ്പർ 10, സെസ്കോ നമ്മുടെ ടാർഗറ്റ് മാൻ. ഇനി അവരുടെ പ്ലേയേഴ്സ് നോക്കാം. അതായത് അവരുടെ ഒരു സ്ട്രൈക്കറാണ്, അതേപോലെ തന്നെ നമ്പർ 10 ഉണ്ടാവും. ഇനി അത് കൂടാതെ അവരുടെ 2 വിങ്ങേഴ്സ് ഉണ്ട്, ഹഡ്സൺ ഒഡോയും എൻഡോയും പറഞ്ഞിട്ട്. അവർ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോർമേഷൻ 4-2-3-1 നോക്കുകയാണെങ്കിൽ പൊതുവേ ഇങ്ങനെയാണ് അവരുടെ ലൈനപ്പ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് അവരുടെ സ്റ്റാൻഡേർഡ് പൊസിഷനിൽ വന്നാലും അവരുടെ ഇപ്പോൾ ഒരു ഓപ്പോസിഷൻ ടീമിന് എടുക്കുമ്പോൾ ഇതായിരിക്കും പൊതുവേ ഉള്ളൊരു ഷേപ്പ്. പക്ഷേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ ഷോൺ ഡൈക്കിൻ്റെ ഒരു ഫിലോസഫി പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇവരുടെ 2 മിഡ്ഫീൽഡേഴ്സും ആ നമ്പർ 10ഉം അതേപോലെ സ്ട്രൈക്കറും അതേപോലെ ഇപ്പോൾ ഈ 2 വിങ്ങേഴ്സും ഇങ്ങനെയാണ് പൊതുവെ അവരുടെ ഷേപ്പ്. അതായത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഷേപ്പാണ്. ഇതിലിപ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് 4-2-3-1 ആണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എന്നാൽ അങ്ങനെയല്ല, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഗിബ്സ് വൈറ്റ് ആണെങ്കിലും ആൻഡേഴ്സൺ ആണെങ്കിലും അതേപോലെ തന്നെ അവരുടെ വിങ്ങറായിട്ടുള്ള ഹഡ്സൺ റോയി ആണെങ്കിലും
ഈ ഒരു ഷേപ്പിലോട്ട് അവർ മാറും ഓഫ് ദ ബോൾ പൊതുവെ. അപ്പോൾ നമ്മളിതിൽ നോക്കേണ്ട കാര്യം, ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും സെൻറ്ററിൽ കൂടെ ബോൾ പ്രോഗ്രഷൻ നടക്കില്ല. അതായത് ഇവർ ഈ ഷേപ്പിലാണ് നിൽക്കുക. ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് ലോ ബ്ലോക്ക് സെറ്റ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ രണ്ട് വിങ്ങേഴ്സിനും ഇതിൽ വലിയ റോളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലെറ്റ്സ് നമ്മുടെ ഫോർമേഷൻ ഇങ്ങനെ അല്ലെങ്കിൽ പ്ലേയേഴ്സ് ഇങ്ങനെയാണ് അവിടെ പിച്ചിലുണ്ടാവുക വിചാരിക്കുക. ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും മറ്റേ കസമീറോ ആണെങ്കിലും എംബൂമോ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഡിലിറ്റൊക്കെ ആണെങ്കിലും ഇങ്ങനെയാണ് അവർ പൊതുവേ പിച്ചിൽ നിൽക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ലെമൻസിൻ്റെ അടുത്താണ് ബോളുള്ളത്. ഈ ലെമൻസിൻ്റെ അടുത്തുള്ള ബോൾ നമ്മൾ ഇപ്പോൾ ഡിലിറ്റിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം അവിടെ അവർ ഓൾറെഡി മാർക്ക്ഡാണ്. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ലെമൻസിൽ നിന്ന് നേരെ യോറോയ്ക്കാണ് പന്ത് കൊടുക്കുന്നത് വിചാരിക്കുക. ഈ യോറോയ്ക്ക് പന്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് മനസ്സിലാക്കി അവരുടെ ഒരു വിങ്ങർ ഹഡ്സൺ ഇനി ഇവനെ ബ്ലോക്ക് ചെയ്യാൻ വരും, അല്ലെങ്കിൽ ഇവന് പ്രസ് ചെയ്യും. എന്നിട്ട് ബോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവൻ തിരിച്ച് അതേ കോമ്പാക്ട് ഷേപ്പിലോട്ട് പോകും. ഇനി ഇവിടെ നടക്കുന്ന അടുത്തൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഷോ ആണ്. ഷോൻ്റെ അടുത്ത് പന്ത് വന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ എൻഡോയെ പറഞ്ഞ അടുത്ത വിങ്ങർ ഇവനെ പ്രസ് ചെയ്യാനായിട്ട് പോകും. അതേ സമയത്ത് ഗിബ്സ് വൈറ്റ് ബ്രൂണനെ മാർക്ക് ചെയ്യും. പറഞ്ഞ മനസ്സിലായല്ലേ? ആൻഡേഴ്സൺ കസമറോനെ മാർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഡിലിറ്റിനെ മാർക്ക് ചെയ്യുന്ന ആളുണ്ട്. അതിലാകെ ഷോക്കുള്ള ഓപ്ഷൻ ഒന്ന് ഗോളിക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡയലോന് പന്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഓപ്ഷനും ഷോക്കുള്ളൂ. അപ്പോൾ ഈ ഡയലോയ്ക്ക് പന്ത് വരുമ്പോഴേക്കും അവിടെ അവരുടെ ഒരു വിങ്ങറായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് അവിടെ വന്നിട്ട് അവനെ കവർ ചെയ്യും, അല്ലെങ്കിൽ ലൂയിസ് ഡിയാസ് വന്നിട്ട് അവനെ കവർ ചെയ്ത് കളയും. അപ്പോൾ അവിടെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. ഇവിടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കുനിയനെ മാർക്ക് ചെയ്യുന്നുണ്ട്, സെസ്കോനെ അവരുടെ നമ്പർ 5 മാർക്ക് ചെയ്യുന്നുണ്ട്, എംബൂമനെ അവരുടെ അടുത്ത റൈറ്റ് ബാക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്, ഹഡ്സൺ റോയ് അമാദിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കോമ്പാക്റ്റായിട്ടാണ് അവർ കളിക്കാൻ പോകുന്നത്. അതായത് മാൻ മാർക്കിംഗ് അപ്പാരം അടിച്ചിരുന്നൊരു ടീമാണ്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് വേറൊരു സംഭവം. സോ ഇതാണിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന അവരുടെ വെർട്ടിക്കൽ ഷേപ്പിംഗ്. ഇങ്ങനെയാണ് അവർ ഇത്ര കോമ്പാക്റ്റായിട്ട് വെർട്ടിക്കലായിട്ടാണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന 4-4-2 അല്ല. പൊതുവേ ഈ ഷോൺ ഡൈക്കിൻ്റെ ഫിലോസഫി പറഞ്ഞാൽ ഇങ്ങനെ പിച്ചിൽ ഇത്രയും കോമ്പാക്റ്റായിട്ട് നിൽക്കുക, എന്നിട്ട് വെർട്ടിക്കലായിട്ട് 4-4-2 കളിക്കുക. അത് ലെഫ്റ്റിലോട്ടും പോവാം റൈറ്റിലോട്ടും പോവാം, രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ തന്നെ വരിക. അത് ബോൾ എങ്ങോട്ടോ പ്രോഗ്രസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. ഇത്രയും കോമ്പാക്റ്റായിട്ടാണ് അവർ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്ന മെയിൻ നമുക്ക് കിട്ടാവുന്നൊരു മെയിൻ ഒരു ഓപ്ഷൻ. സോ ഞാനതിൽ ഇപ്പോൾ നമ്മുടെ ഈ ഷേപ്പ് കണ്ടു, ഇതിന് ഞാൻ കുനിയനെ പിക്ക് ചെയ്യാണ്, അതേപോലെ എംബൂമോനെ പിക്ക് ചെയ്യാണ്. നമുക്കറിയാം എംബൂമോയും അതേപോലെ തന്നെ ഇപ്പോൾ കസമറോ ബാക്കിലോട്ട് വന്നു, കുനിയാണെങ്കിലും ഇവർ ബാക്കിലോട്ട് ഇറങ്ങി വന്ന് മിഡിലോട്ട് ഇറങ്ങി വന്ന് പന്ത് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഹഡ്സൺ അഡോയ് അവിടെ ഉണ്ട്, ഹഡ്സൺ അഡോയ് എംബൂമോനെ മാർക്ക് ചെയ്യാൻ പോകും സ്വാഭാവികമായിട്ട്. അമാദൊന്ന് ഓക്കെ ഇവിടെ ആൻഡേഴ്സൺ കസമറോനെ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ എംബൂമോനെ മാർക്ക് ചെയ്യാനായിട്ട് വരും. ഇതിൽ വേറെ സംഭവിക്കാൻ പോകുന്നത് ഹഡ്സൺ അഡോയ് എംബൂമനെ മാർക്ക് ചെയ്യാൻ വരും. ആ സമയത്ത് മാമാദ് ബാക്കിലോട്ട് പതുക്കെ ഇറങ്ങി വന്നാൽ യോറോയ്ക്ക് പന്ത് കൊടുക്കാം ലെമൻസിൽ നിന്ന്. യോറോയ്ക്ക് പന്ത് കൊടുത്താൽ അമാദിനൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അവിടെ അപ്പോഴേക്കും എന്താവണം, ഈ കോർഡിനേഷൻ വർക്ക് ആവണം. അപ്പോൾ എംബൂമോ ആ സ്പേസിലോട്ട് കയറി പോകണം. ആ സ്പേസിലോട്ട് കയറിപ്പോയാൽ മാത്രമേ നമുക്ക് അവിടെ പാസിംഗ് ഓപ്ഷനുള്ളൂ, അറ്റാക്കിംഗ് ഓപ്ഷനുള്ളൂ. പക്ഷേ അതിന് കസമീറോ സപ്പോർട്ട് ചെയ്യണം. ഇതിൽ വേറെ ഓപ്ഷൻ ഉള്ളത്, യോറോക്കിൻ്റെ അടുത്ത് നിന്ന് യോറോൻ്റെ അടുത്ത് പന്തുണ്ട്, ഹഡ്സണോടോയി പ്രസ് ചെയ്യാൻ പോകുന്നു യോറോനെ. ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യോറോയ്ക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് അമാദിന് പാസ് ചെയ്യാം, അല്ലെങ്കിൽ എംബൂമയ്ക്ക് പാസ് ചെയ്യാം. ഹഡ്സണോടോയി പ്രസ് ചെയ്യുന്ന സമയത്ത് അമാദിക്ക് പന്ത് പോവുകയാണെങ്കിൽ അത്രയും വലിയ സ്പേസ് ഇവിടെ ഇവന് കിട്ടാൻ പോവാണ്. അവിടെ എംബൂമ ഓടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പന്ത് അവിടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഇതിൽ കസമറോൻ്റെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ. ഇനി അമാദിനടുത്ത് പന്ത് കിട്ടിയാലും ഇത്രയും വലിയ സ്പേസ് അവിടെ ഓപ്പൺ ആണ് എംബൂമയ്ക്ക്. സോ അതും നമുക്കൊരു ചാൻസ് ആണ് സെസ്കോയ്ക്ക് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാനുള്ളത്. ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നടക്കുന്ന ഒരു ഓപ്ഷൻ. ഇനി ലെറ്റ്സ് ഗോ ബാക്ക് ദ പ്രീവിയസ് വൺ, കോമ്പാക്ട് ഷേപ്പ് ഫ്രം നോട്ടിംഗം. ഇനി ഇത് നടക്കാൻ പോകുന്ന സംഭവം, അപ്പുറത്തെ സൈഡിൽ ഷോയ്ക്ക് പന്ത് പോവുകയാണെങ്കിൽ, ഈ ഷോയ്ക്ക് പന്ത് പോവുകയാണെങ്കിൽ ഇതേ സംഭവം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഷോയുടെ അടുത്ത് പന്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്ലെയർ ഡയലോയ്ക്ക് പന്ത് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കുനിയലിക്ക് പന്ത് പോവുകയാണെങ്കിലോ, ലെറ്റ്സ് ഇപ്പോൾ കുനിയലിക്ക് പന്ത് വിചാരിക്കാം, എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഷേപ്പ് പോലെ ഗിബ്സ് വൈറ്റ് വന്നിട്ട് പ്രസ് ചെയ്യും. ഇവിടുന്ന് ഇത്രയും ഇറങ്ങി വന്ന് ഗിബ്സ് വൈറ്റ് വന്നിട്ട് പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെയുള്ള വിങ്ങർ പ്രസ് ചെയ്യും. അതേ സമയത്ത് ബ്രൂണോനെ അവിടെ ഫ്രീ ആക്കി വിടുന്നുണ്ട്. ആ സമയത്ത് ഗിബ്സ് വൈറ്റ് അവനെ മാർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ സ്ട്രൈക്കർ നമ്മുടെ സെൻട്രൽ ബാക്കിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കസമിറോ ഫ്രീ ആണ്, പക്ഷേ അവിടെ അത്രയും വലിയ സ്പേസ് ഓപ്പൺ ആവുന്നുണ്ട്. സോ ഇവിടെ ഡയലോൻ്റെ അടുത്ത് പന്ത് മേടിച്ച് കഴിഞ്ഞാൽ കുനിയ ഒരു മാവറിക്കാണെന്ന് നമുക്കറിയാം. ആ സ്പേസിലൂടെ കുനിയ ഓടിക്കയറും. അവിടെ കയറുമ്പോഴും നമുക്ക് ആ ഒരു സ്പേസ് ഓപ്പൺ ആവുന്നു, സെസ്കോക്ക് അറ്റാക്കുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ ഈ രണ്ട് സൈഡിൽ നിന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ രണ്ട് വിങ്ങേഴ്സിനും, അതായത് നമ്മുടെ രണ്ട് വിങ് ബാക്സിനും വലിയ ഇമ്പോർട്ടൻ്റ് ഈ കളിയിലുണ്ടായിരിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് വന്നത്. പിന്നെ ഒരു സംഭവം ഉള്ളത്, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരാൻ പോകുന്നത് ഈ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോസ് ആണ്. സെറ്റ് പീസ് ഒബ്വിയസ്ലി അവരെന്തായാലും വിൻ ചെയ്യാൻ നോക്കും, അതിന് നമ്മൾ വീണ് കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു
സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. എസ്പെഷ്യലി കസമിറോ ബ്രൂണോ ഒന്നും വളരെ ലെതാർജിക്കായി ലൈക്ക് ഇൽ ഡിസിപ്ലിനായിട്ട് ഫൗൾ അവർക്ക് കൊടുക്കരുത് ആ ഡേഞ്ചർ സ്പോട്ടിൽ നിന്നും. അത് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന ഇപ്പോൾ ഗ്രാഫിക്സിൽ കാണുന്ന പോലെ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ. നൗ ഈ ഒരു സിനാരിയോ നമുക്ക് എടുക്കാം. ഇതിൽ ലെറ്റ്സേ നമ്മൾ എല്ലാവരും അറ്റാക്കിംഗ് ഫേസിലാണ്, നമ്മുടെ പ്ലേയേഴ്സൊക്കെ അറ്റാക്കിംഗ് ഫേസിലാണ്. അതായത് ലെറ്റ്സേ നമ്മുടെ സെസ്കോൻ്റെ സൈഡിലാണ് പന്തുള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് നമ്മുടെ ഈച്ച് ആൻഡ് എവ്രി പ്ലെയർ, അതായത് ഷോ, അതേപോലെ തന്നെ ഡിലിറ്റ്, യോറോ, കസമീറോ, അതേപോലെ തന്നെ ബ്രൂണോനെ ഗിബ്സ് വൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്, എംബൂമോനെ അവരുടെ നമ്പർ 5 മാർക്ക് ചെയ്യുന്നുണ്ട്, മിലിങ്കോവിച്ച് നമ്മുടെ സ്ട്രൈക്കറിനെ മാർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ അമാദ് മാർക്ക്ഡാണ്, കുഞ്ഞ മാർക്ക്ഡാണ്, ഡയലോ മാർക്ക്ഡാണ്. സോ ബേസിക്കലി നമ്മുടെ എല്ലാ പ്ലേസും മാർക്ക്ഡാണ്. ഇനി ലെറ്റ്സേ നമ്മൾ ഇവിടുന്ന് പന്ത് ലൂസ് ചെയ്തു. ഈ ഒരു സിനാരിയോ, ഈ പന്ത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പന്ത് പോകാൻ പോകുന്ന ആ ഒരു ഏരിയയിലോട്ടാണ്. അപ്പോഴേക്കും അവരുടെ സ്ട്രൈക്കർ അങ്ങോട്ട് ഓടിക്കയറുന്നു. നമ്മുടെ ഷോനെ ശ്രദ്ധിക്കുക. അതേപോലെ ഡിലീറ്റ് ചെയ്ത് കവർ ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു സമയത്ത് ആ ഒരു വലിയ സ്പേസ് ഓപ്പൺ ആകുമ്പോൾ ഹഡ്സൺ ഒഡോയി അങ്ങോട്ട് കയറി പോകാമെന്ന്. അത്രയും വലിയ സ്പേസിനാണ് അവിടെ ഓപ്പൺ ആവുന്നത് കൗണ്ടർ അറ്റാക്കിൽ. ഇതിനെ തടയാനായിട്ട് സ്വാഭാവികമായിട്ടും യോറോ കൂടെ ചെല്ലണം. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൻഡേഴ്സൺ ആൻഡ് കസമീറോ, അതേപോലെ ബ്രൂണോ ആൻഡ് ഗിബ്സ് വൈറ്റ്. ഈ ഗിബ്സ് വൈറ്റ് അങ്ങോട്ട് ഓടിക്കയറും, ആൻഡേഴ്സണും അങ്ങോട്ട് ഓടിക്കയറും. അതേപോലെ ഷോ എൻഡോയിനെ കവർ ചെയ്യാനായിട്ട് ബാക്കിലോട്ട് ഇറങ്ങി വരും. ഇനി ഷോയ്ക്ക് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല, സ്വാഭാവികമായിട്ടും അവിടെ ആളില്ല. സോ എന്ത് ചെയ്യണം, ഷോ ഇവൻ്റെ റൺ, അതായത് എൻഡോയെ പറഞ്ഞ പ്ലെയർ റണ്ണ് ട്രാക്ക് ചെയ്തുകൊണ്ട് അവൻ്റെ കൂടെ വരണം. ഇപ്പോൾ ആ സെൻറ്ററിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത്. സോ സ്വാഭാവികമായിട്ടും എൻഡോയെ പറഞ്ഞ പ്ലെയർ അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഷോ അവൻ്റെ കൂടെ വരണം. അതിന് കൂടെ തന്നെ ഡയലോ ബാക്കിലോട്ട് ഇറങ്ങി ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടി വരും. അമാദ് വളരെ സ്ട്രെച്ച് ചെയ്ത് ബാക്കിലോട്ട് ഇറങ്ങേണ്ടി വരും. അവരുടെ കൂടെ അവരുടെ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഇറങ്ങി വരും. പിന്നെ കുഞ്ഞിയാണെങ്കിലും അതേപോലെ തന്നെ എംബൂമാണെങ്കിലും ബാക്കിലോട്ട് ഇറങ്ങി വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരേണ്ടി വരും. സോ ഈ ഒരു സിനാരിയോ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആണ് രണ്ട് ടീമിൻ്റെയും. സോ സ്ട്രെങ്ത് ഞാൻ ഓൾറെഡി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ഏരിയയിൽ ഡിവെൽ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്, ഭയങ്കര ഫിസിക്കലാണ്. അവരുടെ ഡിഫൻഡേഴ്സ് ഭയങ്കരമായിട്ട് ഫിസിക്കാലിറ്റി കാണിച്ച് വയ്ക്കുന്ന ഭയങ്കര അഗ്രസീവായിട്ടുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട് ഡിഫൻസിൽ. മോർഗൻ ഗിബ്സ് വൈറ്റ് പോലത്തുള്ള നല്ല ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് അവർക്കുണ്ട്. ഹഡ്സൺ ഒഡോയി ഒരു ത്രെറ്റാണ് അവർക്ക്. ഇൻ ദ സെൻസ് കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെപ്പണാണ് ഹഡ്സൺ ഒഡോയി. അതേപോലെ തന്നെ അവരുടെ പുതിയ സ്ട്രൈക്കറായിട്ടുള്ള ഇഗോർ ജീസസ്, അവനൊരു ഭയങ്കര ത്രെറ്റാണ്, സ്ട്രെങ്ത്താണ് ഇവർ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്. അതായത് അവൻ്റെ പേസ് ആൻഡ് ടെനാസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവർക്ക് ഈ മാച്ചിൽ. സോ അതാണ് ഒരു സ്ട്രെങ്ത്ത്. പിന്നെ അവരുടെ ഗോൾ കീപ്പറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗോൾ കീപ്പറാണ്. പക്ഷേ ഈ സീസണിൽ അത്ര വലിയ പെർഫോമൻസ് ഇല്ല കമ്പയർ ടു ലാസ്റ്റ് സീസൺ. പക്ഷെ എന്നാലും ഹീ ഈസ് എ വെരി ഗുഡ് ഗോൾ കീപ്പർ, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അതേപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഡിഫൻസീവ് ഷേപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ്, വളരെ ഓർഗനൈസ്ഡ് ടീമാണെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ഒരു ടീമായിട്ട് അവർ ഓർഗനൈസ് ചെയ്ത് ഡിഫൻസീവ് സ്ട്രെങ്ത് കാണിക്കാൻ പറ്റുന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, എസ്പെഷ്യലി അണ്ടർ ഷോൺ ഡൈക്കിൽ. ഇനി അവരുടെ വീക്ക്നെസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവരുടെ വീക്ക്നെസ്സിൽ എൻ്റെ അഭിപ്രായത്തിൽ, ഇൻ മൈ ഒപ്പീനിയൻ, ഇവരുടെ വീക്ക്നെസ് അവരുടെ സെൻറ്റർ ബാക്സ് തന്നെയാണ്. കാരണം ഭയങ്കര അഗ്രസീവായിട്ടുള്ള സെൻറ്റർ ബാക്സ് ആയതുകൊണ്ട് തന്നെ അമാദ്, എംബൂമോ, കുനിയ ഇങ്ങനത്തെ പ്ലെയേഴ്സ് അവരെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് മേ ബി ഒരു ടാക്കിളിലൂടെയോ അല്ലെങ്കിൽ മേ ബി ഒരു ഫൗളിലൂടെയോ നമുക്ക് പെനാൽറ്റീസ് വിൻ ചെയ്ത് തരാൻ പറ്റുന്നൊരു പ്ലെയേഴ്സാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് മേ ബി സെറ്റ് പീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കുറേ. അവരുടെ ഫൗൾസ് അവർ കുറേ ഉണ്ടാക്കും. അതേപോലെ തന്നെ അവർ ഭയങ്കര അഗ്രസീവാണ്, അതുകൊണ്ട് തന്നെ അവർ കുറേ ഫൗൾസ് നമ്മൾ വെക്കും. സോ അതുകൊണ്ട് തന്നെ അമാദ് പോലത്തെ പ്ലേയേഴ്സിനൊക്കെ അവർ പെട്ടെന്ന് ട്രിക്ക് ചെയ്ത് ബോക്സിലേക്ക് കയറി കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ വിൻ പെനാൽറ്റീസ് ആൻഡ് ഓൾ. അതേപോലെ തന്നെ അവരുടെ ഞാൻ കാണുന്ന ഒരു വീക്ക്നെസ് ഏരിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ലെഫ്റ്റ് ബാക്ക് ആൻഡ് റൈറ്റ് ബാക്ക് ആണ്. അവരങ്ങനെ പുഷ് ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ടീമല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അമാദിനായാലും ഡയലോക്കായാലും ബാക്ക് ആൻഡ് ഫോർത്ത് ഓടി കളിക്കേണ്ടി വരില്ല. അവർക്ക് എനർജി സേവ് ചെയ്തുകൊണ്ട് ക്രോസ് ഇടാനും അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഔട്ട്പുട്ട്സ് വരുത്താനും ഈ കളിയിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ബ്രൂണോൻ്റെ ഒരു പ്രസൻസ് ഈ കളിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു വീക്ക്നെസ് ആയിരിക്കും. കാരണം ബ്രൂണോൻ്റെ എസ്പെഷ്യലി സെസ്കോ ആണ് ടാർഗറ്റ് മാൻ എങ്കിൽ ബ്രൂണോൻ്റെ ക്രോസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ബ്രൂണോൻ്റെ ലൈൻ ബ്രേക്കിംഗ് പാസസും ഈ കളിയിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അത് അവരുടെ വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നത്, അത് അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നൊരു വീക്ക്നെസ് ആയിരിക്കും. ഇനി ഞാൻ നമ്മുടെ സ്ട്രെങ്ത്തിലോട്ടും വീക്ക്നെസ്സിലോട്ടും വരാം യുണൈറ്റഡിൻ്റെ. സോ അതിൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്ത് പറഞ്ഞിട്ട് പോകാം. സോ നമ്മുടെ മെയിൻ സ്ട്രെങ്ത്ത് ഇപ്പോൾ നമുക്കൊരു നല്ല ഗോൾ കീപ്പർ ഉണ്ടെന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡിഫൻസീവ് സ്ട്രക്ചർ ഒന്നുകൂടി കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിഫൻഡേഴ്സ് ഈസി ആയിട്ട് ടാക്കിൾസിന് പോകുന്നു, അല്ലെങ്കിൽ ഹൈ പ്രസ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. സോ അവർക്കൊരു കൗണ്ടർ അറ്റാക്കിംഗ് വന്നാലും നമ്മുടെ കീപ്പർ അല്ലെങ്കിൽ ഗോൾ കീപ്പർ ലാമൻസ് കുറച്ചുകൂടി കമ്പോഷർ കാഴ്ചവെച്ച് സേവ്സ് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ പൊസിഷണൽ അവെയർനെസ് നമ്മുടെ ഇപ്പോൾ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ഓരോ പ്ലെയർക്കും എവിടെ ഓരോ സിറ്റുവേഷൻസിലും ആ പ്ലെയർക്ക് എവിടെ പൊസിഷൻ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് പറയുന്നുണ്ട്.
അത് ക്ലിയർ ഇൻസ്ട്രക്ഷൻ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. സോ അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു പണ്ട്, ഇപ്പോൾ അത് സ്ട്രെങ്ത് ആയി മാറിയിട്ടുണ്ട്. സോ ഈച്ച് പ്ലെയർ നോസ് വാട്ട് ദെയർ റോൾ ഈസ്. അവർക്ക് എവിടെ കളിക്കണം, എങ്ങനെ കളിക്കണം, ഏത് പൊസിഷൻ കവർ ചെയ്യണം എന്നുള്ള കറക്റ്റ് പറയാം. സോ അത് നമ്മുടെ സ്ട്രെങ്ത് ആണ് ഇപ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ 3 സെൻറ്റർ ബാക്സും റിക്കവറി പേസിലെ സെൻറ്റർ ബാക്സ് ആണ്. സോ കൗണ്ടർ അറ്റാക്ക് വന്നാൽ നമുക്ക് റിക്കവർ ചെയ്ത് പന്ത് എടുക്കാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇതിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കാണുന്നത് കസമീറോ കളിക്കുന്നുണ്ട്. കസമീറോൻ്റെ സ്വിച്ച് ആയിരിക്കും, അതായത് ലോങ് റേഞ്ച് പാസസ്. കസമീറോ ആൻഡ് ബ്രൂണോ ഹാസ് എ ലോങ് റേഞ്ച് പാസസ് ഹു ക്യാൻ, അത് നമുക്ക് അമാദിനെയോ അല്ലെങ്കിൽ ഡാലോനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന പാസസ് ഉണ്ടായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ മെയിൻ വെപ്പൺ ഈസ് കുനിയ ആൻഡ് എംബൂമോ. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ വീക്ക്നെസ് ആണ്. ആസ് യൂഷ്വൽ നമ്മുടെ മിഡ്ഫീൽഡ് വളരെ വീക്കാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ആൻഡേഴ്സൺ കസമീറോനെയും അതേപോലെ തന്നെ മോർഗൻ ഗിബ്സ് വഴി ബ്രൂണോനെയും പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെടും. കാരണം അവർക്ക് സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. കസമീറോയ്ക്ക് കുറച്ച് സ്പേസ് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കസമീറോ വിൽ ഗെറ്റ് എക്സ്പോസ്ഡ്, അതേപോലെ ബ്രൂണോ വിൽ ഗെറ്റ് എക്സ്പോസ്ഡ്. സോ മിഡ്ഫീൽഡ് നമ്മുടെ വലിയൊരു ഇഷ്യൂ ആണ്. ആ മിഡ്ഫീൽഡ് അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ ടാക്ടിക്കൽ ബോർഡിലേക്ക് ഞാൻ കാണിച്ചു. കുനിയ ആൻഡ് എംബൂമോ ബോത്ത് ഡ്രോപ്പ് ഇൻ ടു മിഡ്ഫീൽഡ്, എന്നിട്ട് അവരുടെ പ്ലേസിന് ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും അത് നമുക്ക് അറ്റാക്കിംഗ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അറ്റാക്കിംഗ് സിനാരിയോസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡാലോൻ്റെ കളി, അല്ലെങ്കിൽ ഡാലോ ആ വിങ് ബാക്ക് റോൾ എങ്ങനെ ഡീസൻ്റായിട്ട് ചെയ്യുന്നത് ബേസിട്ടായിരിക്കും നമ്മുടെ ഒട്ടുമിക്ക ഗോൾസും അല്ലെങ്കിൽ നമ്മുടെ ഒട്ടുമിക്ക കൗണ്ടേഴ്സ് നമുക്ക് തടയാൻ പറ്റുന്നത്. സോ ഡാലോ ഈസ് ആക്ച്വലി വീക്ക്നെസ്, പക്ഷേ അത് നമുക്ക് ആ വീക്ക്നെസ് നമുക്ക് സ്ട്രെങ്ത് ആക്കി മാറ്റാൻ പറ്റും ഈ കളിയിൽ. സോ ഇത് രണ്ടുമാണ് എൻ്റെ, അല്ലെങ്കിൽ ഇത് രണ്ടുമാണ് എൻ്റെ ഞാൻ പിക്ക് ചെയ്ത സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് രണ്ട് ടീമിൻ്റെയും, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയാലും. ഇനി ഞാൻ പറയാൻ പോകുന്നത് റെഫറി ഓഫ് ദ മാച്ചാണ്. ഡാരൻ ഇംഗ്ലണ്ടാണ് റെഫറി ഓഫ് ദ മാച്ച്. അത് അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, അത്യാവശ്യം നന്നായിട്ട് ഡീസൻ്റായിട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ആന്റണി ടൈലർ പോലെയൊന്നുമല്ല. സോ അത് കാരണം വലിയ പേടി നമുക്ക് പേടിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ വാർ റൂമിൽ ആരായിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. സോ സ്വാഭാവികമായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് കളിക്കുന്നത്, എന്തായാലും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വിത്തൗട്ട് മാഞ്ചസ്റ്റർ ഓർ വിത്തൗട്ട് ഡ്രാമ ദർ ഇസ് നോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ സ്വാഭാവികമായിട്ടും ഡ്രാമാസ് എന്തായാലും കളിയിലുണ്ടാവും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കളിയിലെ സ്കോർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ കളിയുടെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്നാണ്. ഐ ആം നോട്ട് പ്രിഡിക്റ്റിംഗ് എനി റിസൾട്ട് റൈറ്റ് നൗ, കാരണം ഈ കളി ഏത് രീതിയിലും തിരിയാം. ബട്ട് ഐ വുഡ് സേ വൺ തിങ്, നമ്മൾ ആദ്യം സ്കോർ ചെയ്യുകയാണെങ്കിൽ വി വിൽ വിൻ ദിസ് മാച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് സിറ്റ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. അവരെന്തായാലും ഓപ്പൺ ചെയ്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് മുന്നിലോട്ട് ഓടി വരേണ്ടി വരും. സ്വാഭാവികമായിട്ട് നമുക്ക് ബാക്കിൽ സ്പേസ് കിട്ടും, നമ്മൾ വീണ്ടും ഗോൾ അടിക്കും. പക്ഷേ ഈ കളി 0-0 ആയി അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു ടീം എന്തായാലും ഗോൾ അടിക്കും. പക്ഷെ നമ്മൾ കൗണ്ടർ അറ്റാക്കിങ്ങിൽ വൾണറബിൾ ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ക്ലീൻ ഷീറ്റ് നേടാൻ പറ്റും. ഐ ഹോപ്പ് ഇറ്റ് വിൽ ബി 2-0 വിക്ടറി ഫോർ യുണൈറ്റഡ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 0 ആൻഡ് യുണൈറ്റഡ് 2. പക്ഷേ അഗെയിൻ വിത്തൗട്ട് ഡ്രാമ ദർ ഇസ് നോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ദിസ് ഇസ് മൈ മാച്ച് പ്രിവ്യൂ, ഓർ ടാക്ടിക്കൽ വെച്ചിട്ടാണെങ്കിലും അതേപോലെ തന്നെ കീ ബാറ്റിൽസ് ആൻഡ് കീ പ്ലേസ് വെച്ചിട്ടാണെങ്കിലും ഐ ക്രിയേറ്റഡ് ദിസ് മാച്ച് പ്രിവ്യൂ ഫോർ യു, വിച്ച് ഇസ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ്, നിങ്ങളുടെ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ലൈനപ്സ്, പിന്നെ അതേപോലെ തന്നെ ഈ കളിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, നിങ്ങൾക്ക് തോന്നുന്നു ഈ കളിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ. സോ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രാറ്റ്ഫോർഡ് സിഗ്നൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ സീ യു സൂൺ.